ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ ക്വിക്കായിട്ടും ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടും നമ്മുടെ വീട്ടിലുള്ള 2-3 ചേരുവകൾ വെച്ച് നല്ല ടേസ്റ്റിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ റെഡിയാക്കാൻ പോണേ. 1 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. ഏത് അവിലായാലും കുഴപ്പമില്ല. ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അവിൽ കുതിർത്തി വെക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട്. പാൽ ഇഷ്ടമില്ലാത്തവർ വെള്ളം ആഡ് ചെയ്തോളൂ. പ്രസ് ചെയ്ത് കൊടുക്കുക. കുതിർത്ത് വയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളമായാലും പാലായാലും ചേർക്കരുത്. ജസ്റ്റ് ഒന്ന് കുതിർന്ന് കിട്ടാനേ പാടുള്ളൂ. ഇത് അടച്ച് വെച്ച് നമുക്ക് 2-3 സാധനം വറുത്തെടുക്കും. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ചെറിയ കഷ്ണം ഇഞ്ചി, പകുതി സവാള, 2 പച്ചമുളക്, കുറച്ച് വേപ്പില, 1 ക്യാരറ്റ്, 3-4 ബീൻസ്, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്. ഈ വെജിറ്റബിൾസിനെല്ലാം ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി. എണ്ണയിൽ നല്ലോണം വാട്ടിയെടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ വാടി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ തോരപ്പരിപ്പ് എടുത്ത് വേവിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതും കൂടി ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പരിപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർക്കാം. നാളികേരം ഇഷ്ടമുള്ളവർ കുറച്ച് കൂടുതൽ ചേർത്തോളൂ, കുഴപ്പമൊന്നുമില്ല. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. ഈ മിക്സ് ഒന്ന് തണുക്കട്ടെ. നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഒന്ന് തണുത്തുണ്ട്. അവിൽ നോക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മിക്സ് ചേർക്കാം. കൈ വെച്ച് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അവിലെ വെജിറ്റബിൾസൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് ഷേപ്പ് ആക്കാം. അതുപോലെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിക്കോളൂട്ടാ. കുറവുണ്ടെങ്കിൽ അപ്പോൾ ഇട്ട് കൊടുത്തോളൂ. ഞാൻ കുറച്ച് ചേർത്തുണ്ടായിരുന്നു മിക്സ് ചെയ്യുമ്പോൾ. നമുക്കിത് ഷേപ്പ് ആക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അതനുസരിച്ച് ചെയ്തോ. ഞാൻ ഇതുപോലെയാണ് ഷേപ്പ് ആക്കണേ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ആക്കാട്ടോ. ഈ മിക്സ് ഫുള്ള് ഇതുപോലെ ഷേപ്പ് ആക്കി എടുക്കും. എല്ലാം നമ്മൾ ഷേപ്പ് ആക്കി എടുത്തു. ഇല എടുത്ത് വാട്ടി കുറച്ച് എണ്ണ തേച്ച് വെച്ചേക്കാണ്. ഇലയിൽ പൊതിഞ്ഞു കൊടുക്കാം. ഇതുപോലെയാണ് പൊതിഞ്ഞെടുക്കുന്നത്. സാധാരണ ഇലയിൽ പൊതിയുന്ന പോലെ അങ്ങോട്ട് പൊതിഞ്ഞാൽ മതി. ഇനി നമുക്കിത് 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ആവി കയറ്റാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് കിട്ടാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ കുറേശ്ശെ തണുത്തുണ്ട് കേട്ടാ. നമുക്ക് തുറന്ന് നോക്കാം. നല്ല ടേസ്റ്റും ഹെൽത്തിയും ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു ബൈ.